LDF-നകത്ത് തന്നെ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി ആയിരുന്ന ചർച്ചകൾ സജീവമാണ്. അത് ഏതാണ്ട് ഒരു 2 ആഴ്ച 3 ആഴ്ചയിലധികം ഇതിങ്ങനെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. താങ്കളുടെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ടാവും പല മാധ്യമങ്ങളിലും അതിൻ്റെ ധ്വനികൾ വരുന്നത്. അത് ഡൽഹിയിലേക്ക് അടക്കം എത്തുന്നു അതിൻ്റെ മെസ്സേജ്, ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ ലീഗ് അധികാരത്തിലേറിയാൽ എങ്ങനെയാണ്, ഒരു ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടുമോ? ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി തർക്കം ഇപ്പം ഇല്ലല്ലോ. ഇടയ്ക്ക് ഏതെങ്കിലും മാധ്യമങ്ങൾ എടുത്ത് മുന്നോട്ട് വെക്കും, അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും തീരും. അങ്ങനെ ഒരു തർക്കം മുന്നണിയിലോ കോൺഗ്രസ്സിലോ ഇല്ല. സ്ഥാനങ്ങൾ സംബന്ധിച്ച് ഒരു പാർട്ടിക്കകത്തും തർക്കമില്ല. നേരത്തെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ചില അഭിപ്രായങ്ങളൊക്കെ പലർക്കും ഉണ്ടായിരുന്നു, എല്ലാ പാർട്ടികളിലും ഉണ്ടായിരുന്നു. അതൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി അവസാനിച്ചു. ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടിയാണ് UDF ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങളുടെ വിജയപ്രതീക്ഷ വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭരണത്തിലേറുകയാണെങ്കിൽ ആരാവണം മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ താങ്കൾ എന്ത് പറയും? UDF കൂടിയിരുന്ന് തീരുമാനിച്ച് പ്രഖ്യാപിക്കും. SDPI വിവാദം ഞങ്ങളല്ലല്ലോ ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയവരോട് ചോദിച്ചാൽ അവർ മറുപടി പറയും. കേരളത്തിൽ 36 സീറ്റുകളിൽ SDPI മത്സരിക്കുന്നുണ്ട്. അവരുടെ ചിഹ്നം കത്രികയാണ്. ഒരു LDF സ്ഥാനാർത്ഥി കേരളത്തിൽ കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിൽ SDPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ പരസ്യമായ മുന്നണി ബന്ധം, സീറ്റുകൾ ഭാഗിച്ചു നൽകിയിട്ടുള്ള ബന്ധം ആര് തമ്മിലാണ് എന്നത് വളരെ വ്യക്തമാണ്.